അസ്സലാമലൈക്കും, നമസ്കാരം. പിന്നെ എനിക്കിന്ന് പറയാനുള്ളത്, ഞാനിന്നൊരു വീഡിയോ ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞ എനിക്ക് എൻ്റെ പടച്ചോനെ ഒരു സ്നേഹമാണ്. പിന്നെ പടച്ചോനെ എനിക്ക് പേടിയുന്നു. ഞാൻ പടച്ചോനെ പേടി എന്ന് പറഞ്ഞത് തെറ്റാണോ? പിന്നെ യൂട്യൂബിൽ ഒരുപാട് സ്ത്രീകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അവരൊക്കെ പടച്ചോനെ പേടിയില്ലാത്തവരാണ്. ഒരുപാട് മതത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവരെയും പടച്ചോൻ പടച്ചതാണ്. അവർക്ക് അവരുടേതായ മതത്തിൽ അവരുടേതായ പടച്ചോനെ പേടിയുണ്ടാവും. ആരും പേടിയില്ലാത്തവരല്ല. നിങ്ങൾ വിചാരിച്ച യൂട്യൂബിൽ സ്ത്രീകൾ വർക്ക് ചെയ്യുന്നവരെല്ലാം പടച്ചോനെ പേടിയില്ല. നിങ്ങൾ എന്ത് നെഗറ്റീവാണ് സ്ത്രീകളെ കൊണ്ട് പറഞ്ഞത്? അങ്ങനെ സ്ത്രീകളെ കൊണ്ട് നിങ്ങളങ്ങനെ പറയാൻ പാടില്ല. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ യൂട്യൂബ് പ്ലാറ്റ്ഫോം കാണാൻ പാടില്ല. അതും നെഗറ്റീവാണ്. നിങ്ങൾ എന്തുകൊണ്ട് നമ്മളെ വീഡിയോ കണ്ട് നെഗറ്റീവ് അടിക്കേണ്ട കാര്യം? ഏത് കിതാബിലാണ് പറഞ്ഞതിന് വീഡിയോ ഇടാൻ പാടില്ല? യൂട്യൂബ് അള്ളാൻ്റെ റസൂലും കിതാബിനും ഇല്ല. നിങ്ങൾ നിങ്ങൾ ഏതിലാണ് കാണിച്ച? നിങ്ങൾ അള്ളാൻ്റെ കിതാബിലും അള്ളാൻ്റെ ആ സമയത്തൊന്നും ഇല്ല. നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാകുമായിരിക്കും, പക്ഷെങ്കിൽ അന്നത്തെ കാലത്തില്ല. പക്ഷെങ്കിൽ അങ്ങനത്തെ ഒരു വിവരമേ ഇല്ല. അന്ന് ക്യാമറയില്ല, ഒന്നുമില്ല. പിന്നെ നിങ്ങളിങ്ങനെ പറയാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം സുബഹി നിസ്കരിക്കാൻ പറ്റിയില്ല അവർക്ക്. അവരൊരു മനസ്സിൽ ചിന്തിച്ചിക്ക് പോലെ ഉള്ളൂ നെഗറ്റീവ് ഒരാളെ കൊണ്ട്. പക്ഷേ അവരെ പോയി പൊരുത്തപ്പെടിപ്പിച്ച്. എന്താണ്, അവർക്ക് നിസ്കരിക്കാൻ കഴിയുന്നില്ല. അവർക്ക് ഹറാമത്തുള്ള ആളാണ്. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ സംഭവിച്ചത്. പിന്നെ ഇങ്ങനെ ഏറ്റവും വലിയ തെറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയലാണ്. യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നത് ഇന്നത്തെ പെണ്ണുങ്ങളുണ്ട്, കുറച്ച് പെണ്ണുങ്ങളുണ്ട്. അതെല്ലാം മനസ്സിലാക്കി ബാറ്റി ബിതുങ്ങുന്ന പെണ്ണുങ്ങൾ. അതങ്ങനത്തെ പെണ്ണുങ്ങളുണ്ടാവും. അവർക്കറിയില്ല, ഓനെ വിവരമില്ല. പത്തീത്താവ് ഓതിയിട്ടുണ്ടാവില്ല, അവർ മുസാബ് ഓതിയിട്ടുണ്ടാവില്ല, ഒന്നും വയ്ക്കില്ല. അവർക്കറിയാം, ഓനെ നിങ്ങളോട് പ്രതികരിക്കില്ല. പക്ഷേ നമുക്കറിയാം അതിനെപ്പറ്റി. നമ്മളെല്ലാം ഖുർആൻ്റെ എല്ലാം പഠിച്ചതാണ്. നമുക്കറിയാം അതിനെപ്പറ്റിയിട്ട് എന്തെന്നാണ് തെറ്റെന്താണെന്ന് ശരിയെന്താ. നിങ്ങൾ പറഞ്ഞതാണ് തെറ്റ്. ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ എല്ലാ സ്വാതന്ത്ര്യമുള്ള മതമാണ്. ആ മതത്തിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. സ്ത്രീകൾ പുരുഷന്മാരെ വസ്ത്രമല്ല. സ്ത്രീകളെ അടിച്ചമർത്താൻ പാടില്ല. നിങ്ങൾ എന്നെ മാത്രമല്ല അടിച്ചമർത്തിയ, ഈ ലോകത്ത് വർക്ക് ചെയ്യുന്ന എല്ലാ സ്ത്രീകളെയും നിങ്ങൾ അടിച്ചമർത്തിയത്. എല്ലാവർക്കും പഠിച്ചവനുണ്ട്. എല്ലാവരും പഠിച്ചവനെ പേടിക്കുന്നുണ്ട്. നിങ്ങൾ മാത്രമല്ല. നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് തൗബ ചെയ്താൽ വരെ പഠിച്ചവൻ പുറത്തു തരില്ല.